പ്രച്ഛന്നൻ പ്രകാശൻ തട്ടിക്കുട്ടി തട്ടിക്കേറ്റുന്ന അടുത്ത നാടകം. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. എന്നെ കാണണോ, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണോ, മീൻസ് മീറ്റ് ചെയ്യണോ, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റ് അല്ല ഞാൻ കൊള്ളാം. പിടിച്ചെന്നായപ്പോ പുതിയ കഥ ഇറക്കാപ്പാ. ഒരു കോഫി കുടിക്കണോ, ഷേക്ക് കുടിക്കണോ, ഒന്ന് ഡ്രൈവിന് പോകണോ, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണോ, ജസ്റ്റ് മീറ്റപ്പ്. തള്ളല്ലേ, വല്ലാണ്ടങ്ങ് തള്ളല്ലേ. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഞാൻ പറയാറുണ്ട് ലൈവിൽ. നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ പ്രോഗ്രാം വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിനകത്ത് എന്താണ് പ്രശ്നം? ഞാൻ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. പൊതുവെ ഒരു സംസാരമുണ്ട്, രേണുവിനോട് ചാറ്റ് ചെയ്ത് രേണുവിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു ടോക്ക് പൊതുവെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് രേണുവിന് പറയാൻ? അല്ല, ഏത് രീതിയിലാണ് രേണുവിന് അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഈ പറയുന്നവർക്ക് പറയും, എനിക്കറിയില്ല എന്താ സംഭവം. ഒരു പ്രൊമോഷൻ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ ഫോർ പ്രൊമോഷൻ. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? ഷാർജ ഷേക്കാണോ, ബഹ്റൈൻ ഷേക്കാണോ, ദുബായ് ഷേക്കാണോ? ഈ ബഹ്റൈൻ ഷേക്കും ദുബായ് ഷേക്കും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. എന്നാ ഒളിവി പോണേനക്കാ ബഹ്റൈൻ ഷേക്ക് ഡിഫറെന്റ് ആണ്, ഷാർജ ഷേക്ക് ഡിഫറെന്റ് ആണ്, ദുബായ് ഷേക്ക് ഡിഫറെന്റ് ആണ്. ഏത് ഷേക്ക് വേണമെങ്കിലും കുടിക്കാം. ചേച്ചി പറഞ്ഞാൽ എന്താ തെറ്റ്? നിങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞും തിരിച്ചും ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിനെ വെച്ച് ഇങ്ങനെ ആമാനമാടാൻ പാടുണ്ടോ? ചെളി പുരട്ടി, സ്വയം പ്രഖ്യാപിത ചെളി പുരട്ടി. ഒരു സ്ത്രീയാണ് മാനേജർ, അവരാണ് നിശ്ചയിക്കുക ചേച്ചി എവിടെ പോയി വട തിന്നണം, എവിടെ പോയി ജ്യൂസ് കുടിക്കണം എന്നത്. പാല് വെച്ചുള്ള ജ്യൂസാണ് ഇഷ്ടം. അവരുടെ മൂന്നാമത്തെയോ നാലാമത്തെയോ ഭാര്യയായ ഈ സ്ത്രീ വട തിന്നാൻ, ചായ കുടിക്കാൻ, റൈഡ് പോകാൻ, ഷേക്ക് കഴിക്കാൻ, കൂടെ പോകാൻ മാനേജറെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുന്നതിലെ തെറ്റ് നിങ്ങളൊന്ന് പറഞ്ഞതാ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. നിന്റെ വിധിയാണെന്ന് സമാധാനം. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ല.